ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് കോട്ടയം വൈക്കത്താണ്. ഇവിടെ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കായലുണ്ട്. നമ്മൾ അങ്ങോട്ട് കക്ക വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഇന്ന് എൻ്റെ വകയാണ് കക്ക ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അത് കാണാം. എന്നിട്ട് ഇവിടെ എല്ലാവർക്കും ഇന്നത് കൊടുക്കുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അങ്ങോട്ട് ചെന്നിട്ട് കാണാം. കണ്ടോ ഫ്രണ്ടേ പോണ ആരുടെ സൊമാലിയ ഭീകരനാണ്, സൊമാലി ഭീകരൻ. വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കണ്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് കായൽ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കക്ക വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കക്ക അതുകൊണ്ട് ആ സൗണ്ട് കേൾക്കുന്ന സ്ഥലത്താണ് കക്ക. അപ്പോൾ ഇതാണ് കക്ക. ഈ ഒരു മെഷീനിലാണ് കക്ക സെറ്റാക്കി എടുക്കുന്നത്. കണ്ടോ അങ്ങനെ കറക്കി അമ്മ വിചാരിക്കണക്കല്ല. എങ്ങനെയുണ്ട് ലക്ഷ്മി? കൊള്ളാമോ? ഇവിടെ കൂടാ. ഓഹോയ് ഓഹോയ് ഓ പയ്യടേ പതുക്കെ കിറക്കിയാൽ മതി. പതുക്കെ ഇത് കിറക്കിയാൽ കറങ്ങിയല്ല, അത് അതുപോലെ ഒട്ടിയിരിക്കുകയുള്ളൂ. സാധനം നമ്മൾ കായലിൻ്റെ തീരത്തേക്ക് എത്തി. അതേത് വെച്ചു ഇറങ്ങി ഇറങ്ങി പയ്യ ഇറങ്ങിക്കോ, പയ്യ ഇറങ്ങിക്കോ. എത്ര ആഴ്ച വെള്ളം മാമ ഇറങ്ങും. മാമ ആ കുറ്റി വരെ നടന്നു പോകാനാണ് അപ്പം പറയുന്നത്. എവിടെയാ കുറ്റി? ഓ അങ്ങ് വരെ. ദൈവമേ, അതൊരു കിലോമീറ്റർ ഉണ്ടല്ലോ. ഇല്ല, എത്ര ആഴ്ച വെള്ളം ഇറങ്ങി പോവാ. കുറ്റി വരെ പോവാ. അമ്മ നീന്തമ്മ, അവിടെ പോട്ട് പോട്ട് വിട് വിട്. മമ്മ ഇറങ്ങി പോട്ടമ്മ. അവര് ഇവിടെ ആളൊക്കെ ഉണ്ടമ്മ, പോട്ടവര്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഏട്ടനാണ്ട് ഇവിടെ ഒരു വല ഇട്ടേക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അതിൽ മീൻ എന്തെങ്കിലും കൊത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. ക്രോസിയായി നമ്മളെ ക്രോസി കണക്കത്തെ വേറെ ക്രോസി. ക്രോസിയായി വിളിയടി ലക്ഷ്മി, വിളിയടി ലക്ഷ്മി, വിളി. വാവ്, ക്രോസി നീന്തി പോവുകയാണ്. ക്രോസിയായി ഉണ്ടോ? ക്രോസി കൊടുക്കണ മോനെ ഉണ്ടോ? മതി മതി, ഇന്നത്തെ ഇത് കഴിഞ്ഞെന്ന്. എവിടാ അവര് പോവേന്ന്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്ന് കുളിച്ചിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാ. അമ്മുനാ നന്നായിട്ടുണ്ടല്ലേ ലക്ഷ്മി? ആ ഒറിജിനൽ മേക്കപ്പ് കണ്ട വെള്ളത്തിൽ ഇറങ്ങി പുട്ടിയെല്ലാം പോയി. ഇത് കണ്ടു കഴിഞ്ഞ പ്രശ്നം ആൾക്കാർ ഓ മുങ്ങി ചാവടി. വടക്കം കായലിലോളം തള്ളുമ്പോൾ ഓർത്തി ഞാൻ എൻ്റെ മാരനെ മാരനെ മണിമാരനെ 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 കായൽ
കടലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളരിലെത്തിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ അത് അവിടെ അടുത്ത് വിഴുങ്ങിക്കളഞ്ഞത്. ആ പാടി മാമ. അത് ബാക്കിയെന്ന് പറഞ്ഞൂടെ ഈ രണ്ട് വരിയല്ലേ അറിയാം. പിടക്കണല്ലേ? പിടക്കുന്ന ഇടന്നു. പക്ഷെ സൈസ് നോക്കാം. പക്ഷെ എന്റെ പൊന്നെ ഒരു ചാളയുടെ സൈസ് ഉണ്ട്. ആ ശരി തന്നെ. ചാളയല്ല, കുഞ്ഞ് അയലക്കുട്ടിയുടെ സൈസ്. അയലേ ഏത് മീനാണെന്ന് അറിയാൻ പേര് അറിയാവുന്നൊരു കമന്റ് ഇടും. പക്ഷെ നല്ല മീൻ ഇവിടെ കണ്ട പരിചയമുള്ള രോഹോ കാർപ്പോ അങ്ങനെ എന്തൊക്കെ. കാറ്റ് ഫിഷിന്റെ ഒക്കെ ഒരു കാറ്റ് ഫിഷ് അല്ല, അത് വേറെ കട്ടിലേ അങ്ങനെ എന്തോ കട്ടില രോഹോ അങ്ങനെ എന്തോ ആണ്. അതന്നെ കണമ്പാണോ എന്തോ, കണമ്പ് ഇങ്ങനെ പറയുന്ന മീനുണ്ട്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് ടൈം. നമുക്ക് ഇത്രയും മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കൊറുവ പരലെന്ന് പറയുന്നത്. ഇത് കണ്ട ഇത്രയും വലിയ സൈസ് ഉള്ളതാണ്. സാധാരണ പരലെന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞ് പരലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നെത്തോലിയൊക്കെ ഫ്രൈ ചെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. നമുക്കിതിലിപ്പോൾ ഇത് കുറേ ഉണ്ട്. ഇത് കണ്ട് ഇപ്പോൾ ഇത്രയും ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ജീവനുള്ള ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്, ആ കുളത്തിലോട്ട് നമ്മളത് വിടും. കരിമീനെ കാണിച്ചു തരാം. കണ്ട, ഇതാണ് കരിമീൻ, ജീവനുള്ള. ഇത് സൈസ് ഉണ്ട്, പക്ഷേ എന്തായാലും അവൻ ജീവനുള്ളതുകൊണ്ട് നമ്മൾ ഇവനെ കുളത്തിലോട്ട് വിടുകയാണ്. ഇവിടെ ഈ സൈഡിലോട്ടൊരു കുളമുണ്ട്, അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലോട്ട് വിടാനുള്ള പരിപാടിയാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ ആ മീനിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് കുളം, ഇതാണ് നമ്മളെ പറമ്പിലെ കുളം. ഇനിയാണ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജീവനുള്ളതാണ്. അത് നമുക്ക് അതിന് അങ്ങ് ഇതിനകത്തോട്ട് വിട്ട് കഴിഞ്ഞ് ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് ഫുഡ് അതിന് കിട്ടും. അപ്പോൾ ആ ഫുഡ് കഴിച്ച് ഇത് നല്ല രീതിക്ക് വളരും. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ കാണാം. നമ്മൾ ഇവിടുന്ന് പോയില്ല. ഇതാണ് കരിമീൻ, ഇത് നമ്മൾ റിലീസ് ചെയ്യുകയാണ് ഗൈസ്. കേട്ടോ, നീട്ടോ, നീ നിന്നിട്ടോ കരിമീൻ ഇട്ട് കൊടുത്താൽ മതി. ഓ അങ്ങനെ ഇരുന്ന് വീഴരുത്. ഓക്കെ, അമ്മുന് കൊടു. നെക്സ്റ്റ് മീൻ പരല് അമ്മു. ഓ മൈ ഗാഡ്, ചത്ത്. അത് ചത്ത്. അയ്യോ ഇല്ല ഇല്ല, ചിലപ്പോൾ ചത്തൊന്നുമില്ല, അതൊക്കെ ഷോള്. നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് മസാല പുരട്ടിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത്രയും മീനുണ്ട്, ഏകദേശം 10 മീൻ കൂടുതലുണ്ടല്ലേ? 10 വരും. അപ്പോൾ ഇനി കുക്കിംഗ് ടൈം. നമ്മൾ മീൻ ക്ലീൻ ചെയ്ത് തന്നപ്പോൾ താമസിച്ചത് കൊണ്ട് തന്നെ അമ്മയാണ് ഇന്ന് കക്കത്തോരൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമ്മ. കറിവേപ്പില കൊടുക്കമ്മ. കറിവേപ്പില ഉണ്ടാകുന്ന ഫ്രിഡ്ജിനകത്ത് നിന്ന് 2 അല്ലി എടുക്കാം. മാമ വിശക്കണം, അമ്മ ചോറ് കഴിക്കണം. മാമ അമ്മ നല്ലല്ലോ വിശക്കണം കേട്ടോ. എല്ലാവരും വെള്ളത്തിൽ പോയി ചാടി ഭയങ്കര ഇതായിരിക്കണം. അമ്മയുടെ സ്പെഷ്യൽ കക്കയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്ത് ഓണിയനും കുറച്ച് നാരങ്ങ നീരൊക്കെ സ്ക്വൈസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അമ്മുവിനെ കൊണ്ടാണ് ഞാൻ അത് ചെയ്ത് നോക്കുന്നത്. എൻ്റെ കസിനാണ്. അപ്പോൾ അമ്മു ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്ക്. മീൻ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ഡെലീഷ്യസ്. നല്ല രീതിക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാലോ. ചിക്കൻ ഫ്രൈ കഴിച്ചോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയൂല. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നില്ല. നമ്മൾ കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും. അപ്പോൾ നാളെ ക്രിസ്മസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വൈക്കം ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള വൈക്കം ശിവക്ഷേത്രമാണ്. അപ്പോൾ അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ.